കോഴിക്കോട് ജില്ലയിലെ അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം താളം തെറ്റുന്നു. കൃത്യമായ മാർഗനിർദ്ദേശമില്ലാത്തതും പുതിയ പദ്ധതി നടപ്പിലാക്കാത്തതുമാണ് ജില്ലയിലെ അക്ഷയ കേന്ദ്രങ്ങൾക്ക് തിരിച്ചടിയായത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും മറ്റും അക്ഷയ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംരംഭകരാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. അക്ഷയയുടെ രണ്ടാം ഘട്ടം പദ്ധതി ജില്ലയിൽ ആരംഭിച്ചിട്ട് 1.5 വർഷം കഴിഞ്ഞെങ്കിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോ പ്രചാരണ പരിപാടിയോ ഇല്ലാത്തത് അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം തന്നെ ബാധിച്ചിരിക്കുകയാണ്. പദ്ധതി ആരംഭിച്ചിട്ട് 4 വർഷത്തിനകം 6 അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരാണ് ജില്ലയിൽ ചാർജ് എടുത്തത്. അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനായി വാറ്റ് ഇ ഫയലിംഗ്, റെയിൽവേ ബുക്കിംഗ്, ടെലിഫോൺ, ഇലക്ട്രിസിറ്റി ബില്ലടക്കൽ തുടങ്ങിയ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആരംഭിച്ചെങ്കിലും ചില സംരംഭകർക്ക് മാത്രമേ ഇതിന്റെ പ്രയോജനം ലഭിച്ചുള്ളൂ. അതിരുകളില്ലാത്ത അവസരങ്ങളിൽ നിന്ന് പോയിട്ട് ചെറിയൊരു അതിരുകൾ സൃഷ്ടിച്ചിട്ട് അതിനകത്ത് കുടുങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. പദ്ധതി പലതും വന്നിട്ടുണ്ട്, പക്ഷെ പ്രചരണത്തിന്റെ അഭാവം, പിന്നെ ഈ നിലവിൽ നേരിടുന്ന കുറെ പ്രയാസങ്ങൾ, അതായത് പിന്നെ ബില്ലുകൾ അടയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെയുള്ള കുറെ പ്രയാസങ്ങൾ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏജൻസികളുടെ സപ്പോർട്ട് കുറവ്. നമ്മൾ ബില്ല് അടച്ചു കഴിഞ്ഞാൽ KSB പോലുള്ള സ്ഥാപനങ്ങൾ ഫീസ് ഊരാൻ പോവുക. പ്രതിസന്ധിയെ തുടർന്ന് ജില്ലയിൽ ആരംഭിച്ച അക്ഷയ കേന്ദ്രങ്ങൾ 45 എണ്ണം ഇതിനകം പൊട്ടിക്കഴിഞ്ഞു. ബാക്കിയുള്ളവർ വിരലിലെണ്ണാവുന്ന മാത്രമേ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. പലരും ബാങ്ക് ലോൺ എടുത്താണ് അക്ഷയ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. പല സംരംഭകരും ഈ തൊഴിൽ ഉപേക്ഷിച്ച് മറ്റു തൊഴിൽ മേഖലകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് അക്ഷയ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് സംരംഭകരുടെ ആവശ്യം.